സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവചൈതന്യരൂപാം ദാമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രത്തിലെ ഇന്നത്തെ ആദ്യ കഥാഭാഗമായിട്ട് വരുന്നിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീരാമചരിതം അല്ലെങ്കിൽ പൃഥുക ഉപാഖ്യാനം ആണ്. ഇതിനു മുൻപ് ദശമസ്കന്ധത്തിൽ കൃഷ്ണകഥകളെ പലതും വർണ്ണിച്ചുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി, അതോടൊപ്പം ബലരാമ വീര്യങ്ങൾ, ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രാ വർണ്ണനം, അതെല്ലാം കേട്ടുകഴിഞ്ഞ പരീക്ഷിത് മഹാരാജാവ് വീണ്ടും ശ്രീകൃഷ്ണലീലകൾ കേൾക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. സജ്ജനങ്ങൾ പറയാറുണ്ട്, കൃഷ്ണകഥകളെ വീണ്ടും കേൾക്കുവാൻ ഒന്നുകൂടി പ്രേരണ തരുന്നതാണ് ബലരാമചരിത്രം, ബലരാമൻ്റെ കഥകൾ എന്ന് പറയാറുണ്ട്. എന്താണ് ഭഗവത് കഥകളുടെ ഒരു പ്രത്യേകത? അതാണ് ആദ്യം തന്നെ പരീക്ഷിത്ത് പറഞ്ഞത്. ഇപ്പം ഞങ്ങളെപ്പോലെ സാധാരണന്മാർക്ക്, അല്ലെങ്കിൽ വിഷയസുഖം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അതിൽ നിന്നും സുഖം കിട്ടാതെ വരുമ്പോൾ, അതുകൊണ്ടുണ്ടാവുന്ന തേടുന്നതായ സുഖം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദുഃഖം വരും. അങ്ങനെ സുഖം കിട്ടാതെ വിഷാദം അനുഭവിക്കുന്ന സമയം ഈ ഭഗവത് കഥകൾ കേൾക്കാൻ സാധിക്കുകയാണ് എങ്കിൽ, ഒരുവന് അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ഒരുവന് ഭഗവത് കഥകളെ കേൾക്കാൻ കഴിഞ്ഞാൽ അത് എത്ര തന്നെ കേട്ടാലും മതി വരില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരൂ എന്ന് പ്രാർത്ഥിക്കുന്നത്. സാ വാഗ് എയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗജതൽ കർമ്മകരോ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽ പുണ്യകഥാസകർണ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം തന്നത്? അതും പരീക്ഷിത് മഹാരാജാവ് പറയുകയാണ്, ഭഗവത് ഗുണഗണങ്ങൾ കീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നാവ് തന്നിട്ടുള്ളത്. നമ്മളുടെ വാക്കുകൾ എന്നും എത്രയോ വാക്കുകൾ പറയുന്നു. അതിന് തന്നെ ഒരു സർവേ നടത്തിയിട്ട് പുരുഷന്മാരൊരു ദിവസം ഇത്ര വാക്ക് പറയും, സ്ത്രീകളൊരു ദിവസം ഇത്ര വാക്ക് പറയും. അങ്ങനെ അടുത്ത ഇടയ്ക്കൊരു സർവേയുടെ റിപ്പോർട്ട് കണ്ടു. അങ്ങനെ ഉണ്ടെന്നാണ്. എന്തോ ഒരു കണക്ക് പറഞ്ഞു, പുരുഷന്മാരൊരു ദിവസം 7000 വാക്കുകൾ പരമാവധി പറയും, സ്ത്രീകൾ 20,000 വാക്കുകൾ പറയും എന്നൊക്കെയാണ് സർവേ റിപ്പോർട്ട്. ഒരു ദിവസം ഈ ലോകത്തിൽ സാധാരണ ജോലി ചെയ്യുന്ന പുരുഷന് 7000 വാക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം പൂർത്തിയാവും. പലപ്പോഴും സ്ത്രീകൾക്കത് പൂർത്തിയാവുന്നില്ല എന്നുള്ള ഒരു പരിമിതി കൂടിയുണ്ട് എന്നാണ്. അത്രയും അവർക്ക് ചെയ്യാൻ പറ്റണില്ല, അത്രയും പറയാൻ പറ്റണില്ല എന്നുള്ളൊരു പോരായ്മ കൂടിയുണ്ട് എന്നൊക്കെ ഒരു സർവേ കണ്ടതാണ്. വാക്കുകൾ, നമ്മൾ ദിവസവും പല വാക്കുകൾ പറയണു. അതും അവനവൻ്റെ നിത്യജീവിതത്തെ സംബന്ധിക്കുന്നതാണ്. പക്ഷെ അത് ഈശ്വര കഥകളെ കുറിച്ച് പറയുമ്പോൾ,
ഭഗവത് ഗുണഗണങ്ങളെ കീർത്തിക്കുമ്പോഴാണ് വാക്ക് ആവുക. ഭഗവത് സേവ ചെയ്യുമ്പോഴാണ്, ഈശ്വരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ സേവ ചെയ്യുമ്പോഴാണ് ഈ കൈകൾ കൊണ്ടുള്ള പ്രവൃത്തി സഫലമാവുക. മനസ്സുകൊണ്ട് സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ ചിന്തിക്കുമ്പോഴാണ് മനസ്സ് ശുദ്ധമാവുക. കാതുകൾ തന്നത് ഭഗവത് കഥകളെ കേൾക്കാനാണ്. അതുപോലെ തന്നെ ശിരസ് സജ്ജനങ്ങളെ നമസ്കരിക്കാൻ, അതുപോലെ ദേവസങ്കേതങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ഭഗവാന്റെ മുൻപിൽ നമസ്കരിക്കാൻ ഒക്കെയാണ് ശിരസ് ഉത്തമാംഗം തന്നിട്ടുള്ളത്. ഇങ്ങനെ അവയവങ്ങളെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവത് ആരാധന ചെയ്ത് സായുജ്യം നേടാൻ കഴിയണം. ശിരസ്സു തസ്യോഭയലിംഗമാനമേൽ തദേവയൽ പശ്യതി ദദ്ധിചക്ഷു അംഗാനി വിഷ്ണോരഥജ്ജനാനാം പാദോദഗമിയാനി ഭജന്തി നിത്യം. അതിനെ കുറച്ചുകൂടി ലളിതമാക്കിയിട്ട് ഭക്തന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രവണമിന്ദിരാരമണനിൻ കഥാശ്രവണം കൊണ്ടു താൻ ഫലമണയണം. രസനയും ഭവൽ ഗുണനാമാമൃതരസം രസാൽ നുകർന്നലം വിലസണം. കരങ്ങൾ മാരുദേശ നിൻ പദാർച്ചനാപരങ്ങളായി പരം പരീലസിക്കണം. പദങ്ങളും മരുത്പുരേശ നിന്നെത്താൻ പ്രദക്ഷിണം വെച്ചു സുരക്ഷ നേടണം. ശിരസ്സു കൃഷ്ണ നിൻകഴൽത്താരിൽ നമസ്കരിച്ചനുഗ്രഹമണഞ്ഞു മിന്നണം. മനസ്സു മോഹനമഹസ്സായ നിന്മൈ നിനച്ചു നിർവൃതി നിതാന്തമേഷണം. ഇവണ്ണമിന്ദ്രിയ സമൂഹകൃത്യമൻ സുവർണവാഹന ഭവന്മയമാക്കി ഭവാർണവം ജവാൽ തരിച്ചനന്ദനും അവർണ്യമാം പദമണഞ്ഞിടുവൻ ഞാൻ. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ ഇവണ്ണം ഇന്ദ്രിയ സമൂഹമൻ, എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരാർപ്പണമാക്കി മാറ്റി. അപ്രകാരം ചെയ്യുമ്പോഴാണ്, അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാവുക. ഈ ഒരു പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു പ്രാർത്ഥന കേട്ടിട്ട് അല്പസമയത്തേക്ക് ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ മനസ്സ് ഭഗവത് സ്മരണയിൽ ആയിത്തീർന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ശ്രീകൃഷ്ണന് സുഹൃത്തായിട്ട് കൃഷ്ണസ്യാസീൽ സഖാ കശിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ശ്രീകൃഷ്ണൻ്റെ സഖാവായിരുന്ന, സുഹൃത്തായിരുന്ന, ജിതേന്ദ്രിയനും വിരക്തനുമായിരുന്ന സുദാമനെ കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം വിരക്തനാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതായ ഒന്നിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അതോടൊപ്പം ഇവിടെ പറഞ്ഞു ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ആളാണ്, ഗൃഹസ്ഥാശ്രമിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമായി കിട്ടുന്നത് കൊണ്ട് തൻ്റെ നിത്യവൃത്തിയെ കഴിക്കുക എന്നുള്ളത് സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. അപ്പം അതിനുവേണ്ടി പ്രയത്നം ചെയ്യണം. ഇതിനു മുമ്പും നമുക്ക് ആശ്രമധർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭാഗവതം പറഞ്ഞ സമയത്ത് മറ്റ് 3 ആശ്രമികൾക്കും കൂടി സഹായമായി വർത്തിക്കേണ്ട ആളാണ് ഗൃഹസ്ഥൻ എന്നിരിക്കെ താൻ പ്രയത്നം ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ധർമ്മമല്ല, ശരിയല്ല. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ആദ്യമേ സൂചിപ്പിച്ചു. അദ്ദേഹം വിരക്തനായിരുന്നത് കൊണ്ട്, കാരണം ഇവിടെ ഈ ഒരു കാര്യം, ഈ ഒരു പരാമർശം തന്നെ പലപ്പോഴും തർക്ക വിഷയമായിട്ടുണ്ട്, ആവാറുണ്ട്. ഇദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായിട്ടും എന്തുകൊണ്ട് പ്രയത്നം ചെയ്തില്ല? എൻ്റെ ഗൃഹസ്ഥെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംരക്ഷിക്കേണ്ടതായ
ഒരു ചുമതല ഉണ്ട് എന്നിരിക്കെ അദ്ദേഹം എന്തുകൊണ്ട് പ്രയത്നിച്ചില്ല എന്നൊക്കെയുള്ള അഭിപ്രായം അല്ലെങ്കിൽ കുറിച്ച് തർക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞു, വിരക്തനായിരുന്നു, യാദൃച്ഛികമായിട്ട് വന്നു ചേരുന്ന എന്താണോ അതുകൊണ്ട് അദ്ദേഹം തൃപ്തനുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒന്നുമില്ല, പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നുമൊക്കെ വളരെയധികം ശരീരമൊക്കെ ചടച്ച്, എന്നാൽ അദ്ദേഹത്തിനോടൊരിക്കലും പരാതി പറയാതെ അദ്ദേഹത്തിന് സഹായകമായിട്ട് വർത്തിച്ചിരുന്നു എന്നും ഇവിടെ പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പത്നി സുദാമനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയുടെ കുട്ടിക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യവേ ഒന്നിച്ച് ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ്, സഖാവാണ്, അങ്ങത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ദ്വാരകയിൽ അസേതുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണി അന്ധകേശ്വര സ്മരത പാദകമലം ആത്മാനം അപി യച്ഛതി കിൻവർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. തന്നെ തന്നെ നൽകാൻ തയ്യാറുള്ള, തന്നെ ഭജിക്കുന്നവർക്ക് എന്തും കൊടുക്കാൻ, എന്തും പ്രദാനം ചെയ്യാൻ തയ്യാറുള്ള ആ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വസിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടാൽ അല്പം ധനം തരാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. കാര്യം ഈ ധനം അവർക്കും അറിയാം, സുദാമപത്നിക്കും അറിയാം, അവരും പറയുന്നുണ്ട്, അവരുടെ വാക്കുകളിലും അത് പ്രകടമാണ്. അർദ്ധകാമങ്ങൾ നിസ്സാരങ്ങളാണ്, അത് സുഖമാണ് എന്ന് തോന്നുമെങ്കിലും സുഖം തരുന്നില്ല. പക്ഷേ അത് ആവശ്യവുമാണ്. കുറച്ചൊക്കെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, ദൈനംദിന കാര്യങ്ങളെ നിറവേറ്റാൻ ധനം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, സ ഏവം ഭാര്യ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മുതു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ. ഇങ്ങനെ സുദാമ പത്നി തൻ്റെ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒന്നല്ല, പലവട്ടം പ്രാർത്ഥിച്ചു എന്നാണ്. പലപ്പോഴായിട്ട് മൃദുസ്വരത്തിൽ തന്നെ എന്ന് എടുത്തു പറഞ്ഞു. ഈ നമ്മളുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്ന, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, നല്ല വസ്ത്രം ധരിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ ലോക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ കുഴപ്പങ്ങൾ, വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം മാറി കൊടുക്കാനില്ല, ഇത്തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ ആർക്കായാലും കോപം വരും, സങ്കടം വരും, വികാരങ്ങൾക്ക് അടിമപ്പെടും. പക്ഷെ ഇവരപ്പോഴും വളരെ പാകതയോട് കൂടിയിട്ടാണ് പറഞ്ഞത് എന്ന് എടുത്തു കാണിച്ചു. വളരെ സാവധാനം, ശാന്തതയോട് കൂടിയിട്ടാണ് പറഞ്ഞത്, അങ്ങ് ഒന്ന് ദ്വാരകയിൽ പോയി വരൂ, ആ ശ്രീകൃഷ്ണനെ ഒന്ന് കണ്ടുവരൂ എന്നാണ്. കോപിച്ചുകൊണ്ടല്ല, വളരെ സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിനോട് പല പ്രാവശ്യം, പല ആവർത്തി അത് പറഞ്ഞു. അങ്ങനെ പലപ്പോഴായിട്ട് തൻ്റെ പത്നിയുടെ വാക്കുകൾ കേൾക്കുന്ന സുദാമൻ ശരി, ദ്വാരകയിലേക്ക് പോവാം എന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് ആ ശ്രീകൃഷ്ണനെ ഒരിക്കൽ കൂടി കാണാം. എപ്പോഴും തൻ്റെ ഉള്ളിൽ ആ രൂപം പ്രകാശിക്കുന്നുവെങ്കിലും ദ്വാരകയിലിരിക്കുന്ന, ദ്വാരകാനാഥനായിട്ടിരിക്കുന്ന കൃഷ്ണനെ ഒന്ന് നേരിട്ട് കാണാം എന്ന് ചിന്തിച്ചുകൊണ്ട് പോവാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടത്. സാധാരണ ചെറിയ കുട്ടികളെയോ അല്ലെങ്കിൽ ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ വൃദ്ധന്മാർ, വാർദ്ധക്യം ബാധിച്ചവർ, രോഗികളായിട്ടുള്ളവർ, സുഹൃത്തുക്കൾ, ഇവരെയൊക്കെ കാണാൻ പോകുമ്പോൾ, അതേപോലെ ദേവദർശനം ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ വെറും കയ്യുമായിട്ട് പോവാൻ പാടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും അപ്യസ്തുപായനം കിഞ്ചി ഗൃഹേ കല്യാണി ദീയതാം, എന്തെങ്കിലും ഒന്ന് കൊണ്ട് സമർപ്പിക്കാൻ തന്നയക്കണം എന്നിവിടെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു പതിവ്രതയായിട്ടൊരു സ്ത്രീ, നല്ലൊരു കുടുംബനാഥ അതൊക്കെ കരുതി വയ്ക്കും എന്നൊരു സൂചന അവിടെയുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഗൃഹത്തിന്
സ്വരൂപയായിട്ട് മാറുക എന്നാണ്. ഒരു ഗൃഹനാഥ, ഒരു പതിവ്രത ഗൃഹത്തിന് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവളായിട്ട് തീരണത് എപ്പോഴാണ്? ഒരു കരുതലുണ്ടാവും എന്നാണ്, എപ്പോഴും. ആ കരുതൽ ഉള്ള ആളാണ് എന്ന രീതിയിൽ. അവിടെ ഒന്നുമില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും പറഞ്ഞു, നാളെ ദ്വാരകയ്ക്ക് പോവാം. തിരിച്ചും അവർ മറുപടി ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഒന്നും ഇരിപ്പില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആ സുദാമ പത്നി ഇറങ്ങി യാചിച്ചു കിട്ടിയതായ 4 പിടി അവിൽ, ഒരു വസ്ത്രം ചീന്തിയെടുത്ത്, പറയാറുണ്ട് ഉടുത്തിരിക്കണ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ വസ്ത്രത്തിൽ പൊതിഞ്ഞു എന്ന് തന്നെയാണ്. ചൈലഖണ്ഡേന താൻ ബദ്ധ്വ, ആ വസ്ത്രത്തിൽ പൊതിഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവിടുന്ന് അദ്ദേഹം ആ പത്നി നൽകിയതായ ഭഗവാന് സമർപ്പിക്കാനുള്ള അവിലുമായിട്ട് യാത്ര തിരിച്ചു. പിന്നീട് ദ്വാരകയിൽ എത്തിച്ചേരണത് വരെയുള്ള യാത്രാക്ലേശങ്ങളൊന്നും അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. സദാനാദായ വിപ്രാഗ്രപ്രയൗ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാതിഥി ചിന്തയൻ. കാരണം അദ്ദേഹത്തിന് യാത്രാക്ലേശങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എത്രയോ ദൂരം നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിനെ സ്പർശിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് തരണത്. മാർഗമധ്യേയുള്ള കാഴ്ചകളൊന്നും വർണ്ണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ എന്തായിരുന്നു? എനിക്ക് എങ്ങനെ കൃഷ്ണനെ കാണാൻ സാധിക്കും, എപ്പോൾ കാണാൻ സാധിക്കും, അവിടെ എത്തുമ്പോൾ എങ്ങനെയാവും ശ്രീകൃഷ്ണൻ എന്നെ സ്വീകരിക്കുക. ഇങ്ങനെ ശ്രീകൃഷ്ണ ചിന്തകളോടുകൂടി, ഭഗവത് ചിന്തകളോട് കൂടിയിട്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ മറ്റെന്തെങ്കിലും അദ്ദേഹം കണ്ടുവോ, എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായോ, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് അതിപ്പോൾ ഈശ്വര ദർശനത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും, ഇനി അല്ല എങ്കിൽ കൂടി നമ്മൾ എവിടേക്കാണെങ്കിലും ഒരു ലക്ഷ്യം മുൻപിലുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ അങ്ങോട്ടുള്ള യാത്ര ഇതേപോലെയാണ് ഏകദേശം എന്നാണ്. കാരണം നമുക്ക് എത്തിച്ചേരേണ്ട, അവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ട് അല്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ആ സന്തോഷത്തോടു കൂടിയിട്ടുള്ള യാത്രയിൽ ക്ലേശങ്ങൾ അനുഭവിക്കില്ല എന്നാണ്. പക്ഷെ അവിടെ എത്തി മടക്കയാത്രയിലാണ് അതിൻ്റെ ഇരട്ടി ക്ലേശം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അവിടെ എത്തി കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചുള്ള യാത്ര. അപ്പോൾ യാത്രയുടെ ക്ലേശങ്ങൾ, ആ വഴിയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റെല്ലാം, എല്ലാ ശാരീരികമായിട്ടുള്ള അവശതകളും ഒക്കെ നമ്മളെ ആ സമയത്ത് ബാധിക്കേണ്ടതും കാണാമെന്നാണ്. അപ്പം ഇവിടെ എടുത്തു പറഞ്ഞു, ഇത് ഭഗവത് ദർശനത്തിനായിട്ട് പോയ ഒരു നല്ലൊരു ഭക്തന്റെ അനുഭവമായതുകൊണ്ട് എടുത്തു പറഞ്ഞു അദ്ദേഹം യാത്രാക്ലേശങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ദ്വാരകയിൽ എത്തി. ഐശ്വര്യപൂർണമായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ആ ഒരു ദ്വാരക പട്ടണം അത് കണ്ടപ്പോൾ തൻ്റെ സുഹൃത്താണ്. ആ സുഹൃത്ത് ഇത്രയും ഐശ്വര്യത്തോടു കൂടി ഇരിക്കുന്നുവല്ലോ, അത് കണ്ടിട്ടും താൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്, തൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണനാവട്ടെ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലുമാണ്. ധനത്തിൻ്റെ കാര്യത്തിൽ വലിയ അന്തരമുണ്ട്. കാര്യം സുഹൃത്തൊക്കെയാണ്, പക്ഷെ വലിയ അന്തരമുണ്ട്. അദ്ദേഹം വലിയൊരു പദവിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടും ബ്രഹ്മാനന്ദം ഗതോ യഥാ, അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല, ഒരു കളങ്കമില്ലാത്തതായ ഒരു സന്തോഷം എന്നാണ്, നിഷ്കളങ്ക ഭാവം എന്നാണ്, കുട്ടികളെ പോലെ എന്നാണ്. ഇത് തത്രയ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കുട്ടികളെ പോലെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അവർക്കൊട്ടും കളങ്കമുണ്ടാവില്ല. അവർക്ക് എന്ത് കിട്ടിയാലും സന്തോഷം, എന്ത് കാണുമ്പോഴും സന്തോഷം. തൻ്റെ സുഹൃത്തിന് ഇത്രയും ഐശ്വര്യം ഉണ്ടല്ലോ, തനിക്കിതൊന്നും ഇല്ല, ഈ ഒരു വേദനയൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല. അവിടെ എത്തി ഇനി ശ്രീകൃഷ്ണനെ കാണുക, ഇപ്പം എവിടെയായിരിക്കും, ഏത് ഗൃഹത്തിലാണ് എന്നൊക്കെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് അപ്പോഴേക്കും
തൻ്റെ സുഹൃത്തിനെ സുദാമനെ കണ്ടു ശ്രീകൃഷ്ണനാണ്. തം വിലോക്യ അച്യുതോ ദൂരാൽ പ്രിയാപര്യംഗമാസ്ഥിത സഹസോദ്ധായ ചാഭ്യേത്യ ദോർഭ്യാം പര്യഗൃഹീന്മുദ സഖ്യുപ്രിയസ്യ വിപ്രർഷേരംഗസംഗാട് നിർവൃത പ്രീതോ വിമുഞ്ചത ബിന്ദുനേത്രാഭ്യാം പുഷ്കരേ ക്ഷണ. സുഹൃത്തിനെ കണ്ടതും ഓടി അടുത്തു വന്നു, എന്നിട്ട് ആലിംഗനം ചെയ്തു എന്നാണ്. ആലിംഗനം ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അനുഭവിച്ച ആനന്ദം, അതിനെയാണ് ഇവിടെ പറഞ്ഞത്, കണ്ണിൽ കൂടിയിട്ട് കണ്ണുനീരൊഴുകണു. ഇനി ഇവിടെ എടുത്തു പറഞ്ഞ ഭഗവാനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് സൂചിപ്പിച്ച വാക്കും അത് തന്നെയാണ്. എന്താണ്? പ്രീതോ വിമുഞ്ചത അബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. സൂര്യൻ ഉദിച്ചു വരുമ്പോഴാണ് താമര വികസിക്കുക. അപ്പൊ അതുപോലെ എന്നാണ്, സൂര്യോദയത്തിൽ താമര എന്ന പോലെ എന്നാണ് ഭക്തസംഘത്തിൽ ഭഗവാന് ആനന്ദം ഉണ്ടാവുന്നു. അപ്പൊ ആനന്ദം കൊണ്ടുണ്ടായ കണ്ണുനീര് തന്നെയാണ്. പിന്നെ കവികൾ, ഭക്തകവികളൊക്കെ പാടും, എന്തുകൊണ്ടോ കണ്ണുനീരണിഞ്ഞു. തൻ്റെ സുഹൃത്തിൻ്റെ സങ്കടം കണ്ടിട്ടാണോ, അതേ സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായ സന്തോഷം കൊണ്ടാണോ, അതൊക്കെ കവിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു സന്തോഷം കൊണ്ട് തന്നെയാണ് എന്നാണ്. ആലിംഗനം ചെയ്തു, അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് രുക്മിണ്യാദി ദേവിമാരോടുകൂടി രുക്മിണി ദേവിയുടെ ഗൃഹത്തിലേക്ക് ആണ്, അന്തപുരത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞു. വേഗം തന്നെ എല്ലാവരും വന്നു, സ്വീകരിച്ചു, ഉപചാരങ്ങളൊക്കെ ചെയ്യണു. ഇതൊക്കെ കണ്ടിട്ടാണ് ദ്വാരകാവാസികൾ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാ വിസ്മിതോ ഭൂൽ അതിപ്രീത്യ അവധൂതം സഭാജിതം കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാ ശ്രിയാ ഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച. ദ്വാരകാവാസികൾ ഈ ഭഗവാന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ടാണ്. ഏതുപോലെയുള്ള ആളാണ്? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് എല്ലും തോലുമായിട്ടുള്ള ഒരു അവധൂതനെ പോലെ ഇരിക്കുന്ന ഒരാള്. ആ വ്യക്തിയെ ശ്രീകൃഷ്ണൻ പ്രദക്ഷിണം ചെയ്യണു, ആലിംഗനം ചെയ്യണു, കൂട്ടിക്കൊണ്ടുവന്ന് പൂജ ചെയ്യണു. ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം എത്ര പുണ്യം ചെയ്ത ആളാണ്, സുകൃതം ചെയ്ത ആളാണ്, ആരായിരിക്കും ഇദ്ദേഹം എന്നൊക്കെ ദ്വാരകാവാസികൾ ചിന്തിക്കണം. സമീപത്ത് ഇരുന്നു എന്നാണ്. ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടുത്തിരുന്നു കൈ പിടിച്ചുകൊണ്ട് എന്നാണ്, കരം ഗ്രഹിച്ചുകൊണ്ട്. അതൊരു നമ്മൾ സുഹൃത്തിനെയൊക്കെ സ്വീകരിക്കുമ്പോൾ, ഓരോരുത്തരെ സ്വീകരിക്കുമ്പോഴും ഉപചാരങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ സുഹൃത്ത് ആയതുകൊണ്ട്, അത്രയധികം അടുപ്പമുള്ളതുകൊണ്ട്, ഇപ്പം ഗുരുക്കന്മാരെ അതേപോലെ അങ്ങനെ ആ രീതിയിൽ ആദരിക്കേണ്ടവരെയൊക്കെ നമ്മൾ തൊഴുകയുമായിട്ട് നമസ്കരിക്കേണ്ടവരാണെങ്കിൽ നമസ്കരിക്കുക. അതൊക്കെ ആ ഒരു ഉപചാരത്തിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ സുഹൃത്താണ് എന്നാണ്. തൻ്റെ ഒപ്പം ഗുരുകുലത്തിൽ ഒന്നിച്ച് വിദ്യ അഭ്യസിച്ച ആളാണ്. അങ്ങനെ അടുത്തിരുന്നു. എന്നിട്ട് കുശലപ്രശ്നം ചെയ്യാൻ തുടങ്ങുകയാണ്. അഭിബ്രഹ്മൻ ഗുരുകുലാൽ ഭവതാ ലബ്ധദക്ഷിണാൽ സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവ പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതമഹിമേ. ഗുരുകുലത്തിൽ നിന്നും മടങ്ങി സുദാമൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. അതിന് ഗൃഹസ്ഥ ലക്ഷണം കൊണ്ട് ഭഗവാൻ മനസ്സിലാക്കിയെന്നാണ്. എന്തെങ്കിലും സൂചനകൾ ഉണ്ടാവാം. അദ്ദേഹം വിവാഹം കഴിഞ്ഞോ ഇല്ലയോ നമുക്കൊക്കെ ചോദിച്ചിട്ട് അല്ലാതെ അറിയാൻ പറ്റില്ല. ഇവിടെ മനസ്സിലാക്കിയെന്ന് തന്നെയാണ് പറയണത്. അപ്പം അദ്ദേഹം ഇപ്പോൾ ഗൃഹസ്ഥാശ്രമിയാണ് എന്ന് അറിയാം. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം ആനന്ദം അനുഭവിക്കുന്നുണ്ട്, സുഖം അനുഭവിക്കുന്നുണ്ട് തോന്നുന്നുമില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ സുഖം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണോ ആവശ്യം അതൊന്നും ഇപ്പം അദ്ദേഹത്തിന് ഇല്ല. സുഖം അനുഭവിക്കണില്ല. ഇനി ഇപ്പം ദാരിദ്ര്യം ഉണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ആദ്യം വേണ്ട ഒരു സംഗതിയുണ്ട്. ഗാർഹസ്ഥ്യത്തിൽ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് എന്താണ്?
ഒരു ഭർത്താവിനാണെങ്കിൽ തൻ്റെ ഭാര്യ തനിക്ക് അനുകൂലയായിരിക്കുക. ആദ്യം വേണ്ടത് അതാണ്. തിരിച്ചും ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഭർത്താവ് അനുകൂലമായിട്ട് ഇരിക്കണം. അതാണ് എടുത്തു ചോദിച്ചത്, അങ്ങയുടെ പ്രായത്തിനും സ്വഭാവത്തിനും അനുയോജ്യമായിട്ടുള്ള പത്നിയെയല്ലേ അങ്ങ് സ്വീകരിച്ചത് എന്നാണ്. പ്രായം, അതുപോലെ സ്വഭാവം. ഇതൊക്കെ ഇപ്പം എങ്ങനെ അറിയും? ഈ സ്വഭാവമൊക്കെ നേരത്തെ അറിയാൻ പറ്റുമോ? അപ്പോൾ ആ ചില ഘടകങ്ങൾ നമുക്ക് നേരത്തെ അറിയാൻ ചില മാർഗങ്ങൾ തന്നിട്ടുണ്ട് നമ്മളുടെ പൂർവികർ. അത് നമുക്ക് സ്വീകരിച്ചാൽ കുറേയൊക്കെ സ്വഭാവമൊക്കെ ശരിയായ രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. എന്തോ ആവട്ടെ, അങ്ങനെ ചോദിച്ചു. പിന്നീട് തൻ്റെ ആ ഒരു ബാല്യകാലം, ഗുരുകുലത്തിൽ ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തിനെ തന്നെയാണ് പിന്നെയും ഓർക്കുന്നത്. എല്ലാവരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലം എന്നാണ് പറയുക. മറ്റെന്തിനേക്കാളും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് വിദ്യാഭ്യാസ കാലം. നല്ല വിദ്യാഭ്യാസം നേടി, അല്ലെങ്കിൽ വേണ്ടതുപോലെ നേടി എന്നുള്ളതിൻ്റെയൊക്കെ തെളിവ് എന്താണ്? നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാണ്. പിന്നെ ആ ഗുരുകുലത്തിലെ ആ ഗുരുവിനോടൊപ്പമുള്ള ആ ഒരു ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കേജിൽ കുർവന്തി കർമാണി കാമൈരഹത ചേതസ തെജന്ത പ്രകൃതിർ ദൈവീർ യഥാഹം ലോകസംഗ്രഹം കച്ചിൽ ഗുരുകുലേവാസം ബ്രഹ്മൻ സ്മരസി നൗയത സവൈ സൽക്കർമ്മണാം സാക്ഷാത് ദ്വിജേരീഹ സംഭവ ആദ്യോംഗ എത്ര ആശ്രമേണാം യഥാഹം ജ്ഞാനതോ ഗുരു. അങ്ങേപോലെയുള്ളവർ. ഇപ്പോൾ സുദാമൻ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ പറയണത്. അങ്ങേപോലെയുള്ള സജ്ജനങ്ങൾ ഏതുപോലെ ആയിരിക്കും? ഇപ്പം ലോകാനുഗ്രഹത്തിനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഭക്തന്മാർ, ഇവർക്കൊക്കെ ഗാർഹസ്ഥ്യം സ്വീകരിക്കേണ്ടി വരും. അവരും ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കാറുണ്ട്. ഇനി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവര് ഗാർഹസ്ഥ്യ ക്ലേശം അനുഭവിക്കുന്നു എന്ന് തോന്നാം. ഇപ്പൊ സുദാമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഭാവനയിൽ എങ്ങനെയുള്ള ആളാണ് സുദാമൻ? ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളാണ്. അതിപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ, അല്ലേ? നമ്മളുടെ പുറമേ നിന്നുള്ളവരുടെ കാഴ്ചയിൽ അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ച ആളാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊക്കെ ആണെങ്കിൽ ആ ഒരു അനുഭവത്തെ, ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യം, ഒന്നുമില്ല, കഴിക്കാൻ പോലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥ, ആ ഒരു അനുഭവിക്കുന്ന സമയത്ത് വലിയ സന്തോഷമൊന്നും തരില്ല. നമുക്ക് എപ്പോഴാണ് ഇതൊക്കെ പറയാൻ കഴിയുക? നമ്മളുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു, മാറി ഉടുക്കാൻ എനിക്ക് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ രാത്രിയിൽ അത് നനച്ചിടും, ഒറ്റത്തോർത്ത് എടുത്തിട്ട് അത് ഞാൻ നനച്ചിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഇപ്പോൾ പറയും. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് ആ അനുഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വളരെ കാര്യമായിട്ടത് പറയണത്. അപ്പം അന്ന് അനുഭവിച്ച ദുഃഖം, ദാരിദ്ര്യം, ആ സങ്കടം അനുഭവിക്കണ സമയത്ത് വലിയ രസം ഒന്നും ഉണ്ടാവില്ല, രസാവഹമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. പിന്നീട് ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ടൊക്കെ ഓർക്കാൻ വലിയ രസമാണ്, പറയാനും രസമാണ്, കുട്ടികളോടും പേരക്കുട്ടികളോടുമൊക്കെ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ളവരുടെ ദൃഷ്ടിയിൽ ഇദ്ദേഹം ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇങ്ങനെയുള്ളവർ, ഭക്തന്മാരായിട്ടുള്ളവർ, ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഗാർഹസ്ഥ്യക്ലേശം അനുഭവിക്കുന്നു എന്ന് തോന്നിയാലും വാസ്തവത്തിൽ അവർ കൃതകൃത്യന്മാരായിരിക്കും, സംതൃപ്തി ഉള്ളവരായിരിക്കും എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുകുലത്തിൽ നിന്നും, ഗുരുനാഥൻ്റെ അടുത്ത് നിന്നും വിദ്യ അഭ്യസിക്കണത്? ആ സമ്പ്രദായം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും മിക്കവാറും നഷ്ടമായി. കാരണം ആ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ മാറ്റിയപ്പോൾ അതില്ലാതെയായി. അപ്പോൾ ഗുരുകുലവാസം ശരിക്കും പറഞ്ഞാൽ ആത്മജ്ഞാനം നേടാനാണ്, സംസാരക്ലേശം ഇല്ലാതെയാവാനാണ്. അപ്പം ശരിക്കും ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുകുല വിദ്യാഭ്യാസം പുനരാവൃത്തിരഹിതമായ പദത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പ്രദാനം ചെയ്യും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യനും തൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരാണ് ആദ്യ ഗുരു. രണ്ടാമത്തെ ഗുരുനാഥൻ ആരാണ്?
വേദാധ്യയനം ചെയ്യിച്ച് ധർമ്മത്തെ ഉപദേശിക്കുന്ന ആളാണ്. അറിവ് പകർന്നു തരുന്ന, വിദ്യ പകർന്നു തരുന്ന ആൾ രണ്ടാമത് ഗുരുവായിട്ട് വരണു. ഈ രണ്ടാമത് വരുന്ന ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ ഗുരു ഉപദേശിച്ച കാര്യം നമുക്ക് ശിഷ്യന് അനുഭവമായിട്ട് തീരുമ്പോൾ, ഉപദേശം ശ്രവിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് അനുഭവമാവുമ്പോൾ സംസാര ക്ലേശങ്ങളിൽ നിന്നുമൊക്കെ മുക്തനായിട്ട് തീരണു. ആ സമയത്ത് ഈശ്വരനാണ് മൂന്നാമതായിട്ട് ഗുരുവായിട്ട് വരിക എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഗുരുവിനെയും ഈശ്വരനെയും ഒന്നായി കാണണം എന്നാണ്. അതിൽ ഭേദം കാണാൻ പാടില്ല എന്നാണ്. ഇനി മറ്റേതുകൊണ്ടും സന്തോഷിക്കുന്നതിനേക്കാൾ ഭഗവാൻ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? തുഷ്യേയം സർവഭൂതാത്മ ഗുരു ശുശ്രൂഷയ യഥാ. സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ ഗുരു ശുശ്രൂഷ കൊണ്ടാണ് സന്തോഷിക്കുന്നത്. ഒരു ഗുരു ശുശ്രൂഷ കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ ബ്രഹ്മചര്യം കൊണ്ടോ മറ്റനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ ഭഗവാൻ സന്തോഷിക്കില്ല. ഇനി എപ്രകാരമാണ് ഗുരുവിനെ ശുശ്രൂഷിക്കേണ്ടത് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചു. ഗുരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമാനത്തോടു കൂടി ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആഭിജാത്യമുള്ളവനാണ്, അറിവുണ്ട്, ഗുരു പറഞ്ഞു തന്നതെല്ലാം എനിക്കറിയാം, ഇതൊക്കെ അതിന് വിരുദ്ധമായതാണ്. അപ്പോൾ ഒട്ടും അഹങ്കാരമില്ലാതെ വേണം ഗുരുശുശ്രൂഷ ചെയ്യുവാൻ, നിരഹങ്കാരിയായിട്ട് വേണം ഗുരുശുശ്രൂഷ ചെയ്യുവാൻ. അതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയിട്ട് ഇവിടെ പറയുകയാണ്. അത് തൻ്റെ ഉപദേശം ആയിട്ട് അല്ല ഭഗവാൻ എന്നാണ്. പല സന്ദർഭത്തിലും കാണാം തൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നാണ്. ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് ശ്രീകൃഷ്ണൻ എന്നാണ്. എന്നിട്ടാണ് ആ പഴയ ചില സംഭവങ്ങൾ ഓർക്കണത് എന്നാണ്. അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുതാരേശ്വരിതാനാം ഇന്ധനാനയനേ കുചിൽ. വിറകിന് പോയ ഒരു ദിവസം, ആ ഒരു ദിവസത്തെ അന്നുണ്ടായ അനുഭവങ്ങളെ ഓർക്കുകയാണ്. സുദാമനും ശ്രീകൃഷ്ണനും ഗുരുപത്നിയുടെ വാക്ക് കേട്ടിട്ട്, വിറകില്ലല്ലോ എന്ന സങ്കടം കേട്ടിട്ടാണ് പോയി ഗുരുവിന് വേണ്ടി, ഗുരുപത്നിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള സന്നദ്ധരായിട്ടുള്ള കുട്ടികൾ കാട്ടിൽ പോയി വിറകൊക്കെ ശേഖരിച്ചു. മടങ്ങി വരാൻ തുടങ്ങുമ്പോഴേക്കും സന്ധ്യയായി, മഴ പെയ്യാൻ തുടങ്ങി. സൂര്യശാസ്തം ഗതസ്താവൽ തമസാ ചാവൃതാദിശാ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. രാത്രി മുഴുവൻ നടന്ന് തളർന്ന് വിശന്നു വലഞ്ഞ് വളരെയധികം അവശരായിട്ടാണ് പ്രഭാതമായപ്പോഴേക്കും കുട്ടികൾ മടങ്ങി വരണത്. തൻ്റെ കുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചുകൊണ്ട് വളരെ വിഷമിച്ചിട്ടാണ് സന്ദീപനി മഹർഷിയും. അങ്ങനെ മടങ്ങി വന്ന നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് ഗുരുനാഥൻ പറഞ്ഞ ആ വാക്കുകൾ അങ്ങ് ഓർക്കുന്നില്ലേ എന്നാണ്. ഏതത് വിദിത്വ ഉദിതേരവൗ സാന്ദീപനിർഗുരു അന്വേഷമാണോ ന ശിഷ്യാനാചാര്യോ പശ്യതാതുരാൻ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അഹോഹേ പുത്രകായൂയമസ്മദർദ്ധേരി ദുഃഖിതാ ആത്മാവൈ പ്രാണിനാം പ്രേഷ്ഠ സ്തമനാദൃത്യമൽപര. സകല പ്രാണികൾക്കും ശരീരം പരമപ്രേമാസ്പദമാണ്. തൻ്റെ ശരീരം, അതിനോട് നമുക്കൊരു ഇഷ്ടമുണ്ട് എന്നാണ്. അത് കുറയുമ്പോൾ, അത് പതുക്കെ പതുക്കെ കാലക്രമേണ ആ ശരീരത്തിനോടുള്ള ആസക്തി കുറയും എന്നാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഏത് ജീവജാലങ്ങൾക്കും ഉണ്ട്, അത് മനുഷ്യർക്കും ഉണ്ട്. അപ്പം നിങ്ങൾ ആ ശരീരത്തെ കൂടി, തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ആപത്ത് വരുമോ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുമോ, അതുപോലും നോക്കാതെ ഗുരുശുശ്രൂഷ ചെയ്യുന്നുവല്ലോ എന്ന്. അപ്പൊ ആത്മസമർപ്പണം തന്നെയാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. മറ്റൊന്നുമല്ല, ദ്രവ്യങ്ങൾ സമർപ്പിക്കണതല്ല, ശരിക്കും ആത്മസമർപ്പണം തന്നെയാണ് ഗുരുദക്ഷിണ. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ തന്ന ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവട്ടെ എന്നാണ്. ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സഫലമാവും. നിങ്ങൾ നേടിയ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ, ഉപകാരമായിട്ട് തീരട്ടെ
എന്നെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ, ഏതൊരു ശിഷ്യന്റെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവന് പൂർണ്ണത കൈവരിക്കാൻ കഴിയണമെങ്കിൽ മറ്റെന്തെല്ലാം തന്നെ ഉണ്ട് എങ്കിലും, എന്തെല്ലാം തന്നെ നേടിയാലും, ധനം, മറ്റ് വിഭവങ്ങൾ എന്തെല്ലാം നേടിയാലും ഗുരു കടാക്ഷം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടേ പൂർണ്ണനാവുകയുള്ളൂ. ഇത്രയൊക്കെ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടും മറുപടി ഒന്നുമില്ല സുദാമന് എന്നാണ്. ആ ലോകത്തിന് മുഴുവനും ഗുരുതുല്യനായിട്ട് സർവാന്തര്യാമിയായിട്ടുള്ള അവിടുന്ന് ഈ മനുഷ്യനാട്യം ചെയ്യുന്നുവല്ലോ, അത് തന്നെ അത്ഭുതമാണ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. മറുപടി ഒന്നും പറയണില്ല സുദാമൻ എന്നാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ സുഹൃത്ത് ഇപ്പോൾ തന്നെ കാണാൻ വന്നത്? ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. എത്രയോ ദാരിദ്ര്യം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോഴൊന്നും അദ്ദേഹം ആ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, നേരിട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്നത് എന്തിനാ, എന്തിനു വേണ്ടിയിട്ടാവും വന്നത് എന്ന് ഒന്ന് അറിഞ്ഞു ഭഗവാൻ എന്നാണ്. ചോദിച്ച് മനസ്സിലാക്കുക അല്ല, അല്ലാതെ തന്നെ അറിഞ്ഞു. കാരണം സർവജ്ഞനാണ്. പ്രേമണാ നിരീക്ഷണൈവ പ്രേക്ഷൻ ഖലു സദാം ഗതി സർവഭൂത മനോഭിജ്ഞ. എന്തിനാവും ഇദ്ദേഹം ഇപ്പോൾ വന്നത്? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സുദാമപത്നി അവർക്ക് കിട്ടിയ 4 പിടി അവിൽ പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട് കൂട്ടുകാരന് സമ്മാനമായിട്ട് കൊടുക്കാൻ. ഇദ്ദേഹം ഇതേവരേക്കും തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധനമുണ്ടാവണം, ഐശ്വര്യമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഭാര്യ കൊടുത്തയച്ച ഈ അവില് തനിക്ക് തരാൻ മടിക്കണത് എന്നാണ്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു സമർപ്പണമാണല്ലോ, അതിനൊരു തീർച്ചയായിട്ടൊരു പ്രസാദ രൂപത്തിൽ എന്തെങ്കിലും കിട്ടും. അത് വേണ്ട എന്ന് കരുതിയിട്ടാണ്. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ യാചിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി യാചിക്കാൻ ഉദ്ദേശിക്കണില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ചില പ്രായമായവർ പറയുമല്ലോ, ഇപ്പോഴുള്ളവരല്ല പഴയ ആൾക്കാർ, എൻ്റെ ആയുസ്സിൽ എൻ്റെ ഓർമ്മയിൽ ഇതേവരെ ഞാൻ ആശുപത്രി കടന്നിട്ടില്ല. അവരുടെ ഒരു പ്രത്യേകതയാണ്. അന്നത്തെ ജീവിത ശൈലി കൊണ്ടും ഭക്ഷണത്തിൻ്റെ രീതി കൊണ്ടും ഒക്കെ അവർക്ക് ഇതേവരെ 80-85 വയസ്സായിട്ടും ഇതേവരെ ആശുപത്രി കടന്നിട്ടില്ല എന്നാണ്. അങ്ങനെ അധികം മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. നമുക്കൊക്കെ അത് കേൾക്കുമ്പോഴേ അത്ഭുതമാവും. അപ്പോൾ ഇതേവരെ ഒന്നും ചോദിച്ചിട്ടില്ല, യാചിച്ചിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ, ശ്രീകൃഷ്ണനെ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ശ്രീകൃഷ്ണൻ തിരിച്ചു തരില്ലേ? ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ, ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, അവ കൊടുക്കാതിരിക്കണു എന്നാണ്. ഇനി ഇദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശം തന്നെ പത്നിയുടെ, തൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവദാഗൃഹാൽ അണ്ണൊപ്യുപാഹൃതം ഭക്തൈഃ പ്രേംണ ഭൂര്യേവമേ ഭവേൽ ഭൂര്യപ്യഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മന. എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എന്തായാലും തന്നോളൂ, വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അത് തന്നോളൂ. നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ പ്രേമത്തോടുകൂടി തരുമ്പോൾ, പ്രേമത്തോടുകൂടി, ഈശ്വരനോട് പ്രേമം തോന്നിയിട്ട് അല്ലെങ്കിൽ പ്രേമഭാവത്തോടുകൂടി, വാത്സല്യഭാവത്തോടുകൂടി, അത് ഈശ്വരന് കൊടുക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും സ്നേഹത്തോടു കൂടി തരുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലാണ്. ഭൂരി അപി അഭക്ത ഉപഹൃതം നമേ തോഷായ കൽപ്പതേ. ധാരാളമുണ്ട് എങ്കിലും അഭക്തനാണ് എങ്കിൽ, വളരെ അധികമുണ്ട് എന്ന് കരുതിയിട്ട് അതെന്നെ സന്തോഷിപ്പിക്കില്ല. ഭക്തി കൊണ്ടാണ്, നിഷ്കളങ്ക ഭാവമാണ് എന്നെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, എന്തു തന്നെയാണെങ്കിലും തരൂ എന്നാണ്. എന്നിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെ അത് കൊടുക്കുക എന്നുള്ളൊരു സംശയവും കൂടി ഉണ്ടാവാം. എത്രയോ ദ്വാരകാ ജനങ്ങൾ, അന്തഃപുര ജനങ്ങളൊക്കെ നോക്കി നിൽക്കണു.
അപ്പൊ എല്ലാവരും നോക്കി നിൽക്കെ ശ്രീകൃഷ്ണൻ വളരെ അധികം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ആ ഒരു എന്താണ്, എത്ര കാലമായി. ഇത്രയും വലിയൊരു സുഹൃത്ത് ഇത്രയും കാലത്തിന് ശേഷം വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇത്രയും നിസ്സാരമായൊരു ഒന്നാണ്, അങ്ങനെ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാവാം അദ്ദേഹം പിന്നെയും കൊടുത്തില്ല എന്നാണ്. പത്നിയാ പതിവ്രതായാസു സഖാ പ്രിയചകീർഷയ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ അമർത്യ ദുർലഭ. ആ പത്നി കൊടുത്തയച്ച അതിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ സമ്പദോ അമർത്യ ദുർലഭ, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള സമ്പത്തിനെ കൊടുക്കാൻ പോവുകയാണ് എന്ന് സങ്കല്പിച്ചിട്ടാണ് സ്വയം ജഹാര കിമിതമിതി പൃഥുക തണ്ടുലാൻ, പിടിച്ച് എടുത്തു എന്നാണ്. കൊടുത്തില്ലെങ്കിൽ പിടിച്ചു വാങ്ങുക, ചോദിക്കും എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ പിടിച്ചെടുക്കും എന്നാണ്. അപ്പം ഇവിടെ അത് പിടിച്ചു വാങ്ങി അങ്ങോട്ട് അഴിച്ചു, അവിൽ പൊതി അങ്ങോട്ട് അഴിച്ചിട്ട് ഒരു പിടി എടുത്തു, പെട്ടെന്ന് കഴിക്കൂ, അത്രയും കഴിഞ്ഞു, ഒരു പിടി എടുത്ത് കഴിച്ചു, ആഹരിച്ചു എന്നാണ്. എന്നിട്ടാണ് പറയണത്, നന്വേതതുപനീതം മേ പരമപ്രീണനം സഹേതർപ്പയന്ത്യംഗമാം വിശ്വമേതേ പൃഥുകതണ്ടുലാൻ. ഇത്രയും സ്വാദിഷ്ടമായ ഒന്ന് ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല എന്ന്. എന്താ അപ്പം അതിൽ സ്വാദിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്? എന്തെങ്കിലും ചേർക്കുക, ഇത്തിരി ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ, നാളികേരം ചേർത്തിട്ടുണ്ടെങ്കിൽ, പഴം ചേർത്തിട്ട്, ഇതൊന്നുമില്ല. കിട്ടിയ 4 പിടി സാധാരണ അവില്, വെറും അവില് പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്, അത് കഴിച്ചിട്ടാണ് ഇത്രയും സ്വാദിഷ്ടമായത് എന്നാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, സ്നേഹത്തോടു കൂടി തന്നത് കൊണ്ടാണ്. പ്രേമത്തോടെ വാത്സല്യത്തോടു കൂടിയിട്ടൊക്കെ തരുമ്പോഴേ അതിന് സ്വാദുണ്ടാവൂ എന്നാണ്. വീണ്ടും അടുത്ത ഒരു പിടി കൂടെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് രുക്മിണി ദേവി മതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, തടഞ്ഞുകൊണ്ട് എന്നാണ്. ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയെ അസ്മിൻ ലോകേധവാമുഷ്മിൻ പുംസസ്തുത്വോഷകാരണം. ധാരാളമായി കഴിഞ്ഞു എന്നൊരു സൂചനയാണ് അവിടെ. ആ ഒരു പിടി അവില് ആഹരിച്ചുകൊണ്ട് അമൃതേത്ത് ചെയ്തുകൊണ്ട് മുഴുവൻ നൽകി. ഒരു മനുഷ്യന് വേണ്ടത്, ഭൗതികമായി വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞു. രണ്ടാമതൊരു പിടി കൂടെ ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ കഴിച്ചുവെങ്കിൽ സുദാമന് മുക്തി ലഭിക്കുമായിരുന്നു. നല്ലത് തന്നെയാണ്, എൻ്റെ ഭക്തന് ഭഗവത് ദർശനം ലഭിക്കണു, മുക്തി ലഭിക്കണു. പക്ഷെ ഇവിടെ ഒരു മറുവശമുണ്ടല്ലോ എന്നാണ്. അതാണ് രുക്മിണി ദേവി ചൂണ്ടിക്കാണിച്ചത്. ദ്വാരകയിൽ പോയ ദ്വാരകാനാഥനും സുഹൃത്തുമായ ശ്രീകൃഷ്ണനെ കാണാൻ പോയ തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ഒരു പത്നിയുണ്ട് ആ ഗൃഹത്തിൽ. അവർക്കെല്ലാം ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവും, ഐശ്വര്യം, സമ്പത്ത്, ആഭരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഗാർഹസ്ഥ്യത്തിൽ തീർച്ചയായിട്ടും ഗൃഹസ്ഥാശ്രമിയായിരിക്കെ തൻ്റെ ഭർത്താവ് മടങ്ങി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഭാര്യ. എത്ര കാലം കഴിഞ്ഞാലും കാത്തിരിക്കും. ദ്വാരകയിൽ പോയതാണ്, വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് മടങ്ങിപ്പോവാൻ അനുവദിക്കൂ. ഇനി ഇവിടെ ഇപ്പോൾ എന്താ കൊടുത്തത്, ഇതൊന്നും സുദാമനെ അറിയിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഈ 4 പിടി അവിലുമായി വന്ന ആ സുഹൃത്തിന് അതിൽ നിന്നും ഒരു പിടി ഭഗവാൻ സ്വീകരിച്ചിട്ട് എന്താണ് മടക്കി കൊടുത്തത് എന്ന് കാണാനുള്ള ഒരു അവസരം കൂടി കൊടുക്കൂ. അതും ഇവിടെ സൂചനയാണ്. അദ്ദേഹം മടങ്ങിച്ചെന്ന് ശ്രീകൃഷ്ണൻ നൽകിയതിനെയൊക്കെ കണ്ട് ബോധ്യപ്പെടട്ടെ. അങ്ങനെ ബാക്കിയുണ്ടായിരുന്നതേ രുക്മിണി ദേവി സ്വീകരിച്ചു കൊണ്ടുപോയി. അന്ന് മുഴുവനും ശ്രീകൃഷ്ണനും സുദാമനും കുശലപ്രശ്നം ചെയ്തുകൊണ്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതമായി അവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. മടങ്ങി തൻ്റെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. തിരിച്ചുള്ള യാത്രയിലും അദ്ദേഹത്തിന് വേറെ ചിന്തയൊന്നുമില്ല. സജാലബ്ധ്വാധനം കൃഷ്ണാന്നത് യാചിതവാൻ സ്വയം സുഗൃഹാൻ വ്രീഡിതോ ഗച്ഛൽ മഹദ്ദർശന നിർവൃത. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയാ യൽ ദരിദ്രതമോ ലക്ഷ്മീമാശിഷ്ടോ വിഭ്രതോരസി ക്വാഹം ദരിദ്ര പാപീയാൻ കൃഷ്ണ ശ്രീനികേതന. ശ്രീകൃഷ്ണൻ എവിടെ ഇരിക്കണു, ഞാൻ എവിടെ കിടക്കണു? ആ ശ്രീകൃഷ്ണൻ എന്നെ, ഈ മലിനമായ ശരീരം, എല്ലും തോലുമായി മാറിയ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഇങ്ങനെ പ്രാകൃതനായിരിക്കുന്ന എന്നെ ശ്രീകൃഷ്ണൻ ആലിംഗനം ചെയ്തു. രുക്മിണി ദേവി എനിക്ക് പാദസേവ ചെയ്തു. എത്രയോ നാളുകൾക്ക് മുൻപാണ് ഞാൻ കൃഷ്ണനെ കണ്ടത്.
എന്നിട്ടും ഇത്രയും കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടും ശ്രീകൃഷ്ണന് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഒന്നുമില്ല എന്നാണ്. അതുപോലെ തന്നെയാണ്. അന്ന് ഗുരുകുലത്തിൽ ഒന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ എന്നാണ്. ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇനി മടങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ പ്രതീക്ഷിച്ചുകൊണ്ട്, എൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പത്നിക്ക് ഞാൻ എന്താ കൊടുക്കുക? ഒന്നും തന്നയച്ചിട്ടില്ല. എന്തുകൊണ്ടാവും ശ്രീകൃഷ്ണൻ തരാത്തത്? അധനോയം ധനം പ്രാപ്യമാദ്യന്നുച്ചൈർനമാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാദതാൽ. നിർധനൻ ധനവാനായാൽ അവൻ എന്നെ മറന്നുപോം, ഇതി കാരുണികൻ നൂനം ധനമൊന്നും തരാഞ്ഞതും. പെട്ടെന്ന് ധനമുണ്ടായിക്കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ധനമുണ്ടായാൽ ധനമതം ഉണ്ടാവാം എന്നാണ്. ദശമസ്കന്ധത്തിൽ തന്നെ അങ്ങനെ ഒരു കഥ പറഞ്ഞതാണ്. വൈശ്രവണപുത്രന്മാരുടെ ഉദാഹരണം. അവർക്ക് ഐശ്വര്യമതം കൊണ്ടാണ്, ഐശ്വര്യമതം എന്ന രോഗം ബാധിച്ചത് ധനമതം, വൈശ്രവണന്റെ പുത്രന്മാർ എന്നൊക്കെയുള്ള സമ്പത്തിൻ്റെ ഉപരിയിരിക്കണു എന്നുള്ളത് കൊണ്ട്. എന്ന് കരുതി സമ്പത്ത് അഹങ്കാരത്തെ ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പം എനിക്ക് ഈ ദ്രവ്യം കിട്ടിക്കഴിഞ്ഞാൽ, സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അഹങ്കാരം വന്നാലോ എന്ന് കരുതിയിട്ടാവും തരാത്തത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് മടങ്ങി വന്നു. അപ്പോഴാണ് തൻ്റെ ഗൃഹം, ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആകെ ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നാണ്. ഗൃഹത്തിൽ നിന്നും ഇറങ്ങി വരുന്ന തൻ്റെ പ്രിയ പത്നിയെ കണ്ടപ്പോഴാണ് മുഴുവൻ ബോധ്യമായതെന്നാണ്. ജുഷ്ടം സ്വലങ്കതൈ പുംഭി സ്ത്രീഭിശ്ചഹരിണാക്ഷിഭി ഏവം മീമാംസമാനന്ദം നരാ നാര്യോമര പ്രഭാ പ്രത്യഗൃണ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസ പതിവ്രത പതിം ദൃഷ്ടുവ. തൻ്റെ ഭർത്താവ് വരുന്നത് കണ്ട് സ്വീകരിക്കാൻ വേണ്ടി വന്ന സുദാമപത്നി, അവരെ കണ്ടപ്പോഴേക്കും സുദാമനൊക്കെ ബോധ്യമായി തൻ്റെ ഗൃഹം അതാകെ മാറിയിരിക്കണു. പത്നിയുടെ വേഷഭൂഷാദികളും കൂടി കണ്ടപ്പോൾ ബോധ്യമായി ഒക്കെ ശ്രീകൃഷ്ണൻ നൽകിയതാണ്. പക്ഷെ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, തന്നെ ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന്. തൻ്റെ മുൻപിൽ വന്നു, ഭർത്താവിൻ്റെ മുൻപിൽ വന്നു, മനസ്സുകൊണ്ട് നമസ്കരിച്ചു, ആലിംഗനം ചെയ്തു. അതൊരു പതിവ്രതാധർമ്മമാണ് എന്ന് പറഞ്ഞു. സഭയിൽ വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ആലിംഗനം ചെയ്യരുത്. മനസ്സുകൊണ്ട് നമസ്കരിച്ചു, ആലിംഗനം ചെയ്തു, കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് എന്തൊക്കെയാണോ ശ്രീകൃഷ്ണൻ നൽകിയത്, അല്ലെങ്കിൽ ഭഗവത് പ്രസാദമായിട്ട് കിട്ടിയ ആ സുഖാനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ വർണ്ണിച്ചു. പയഭേന നിഭാശയ്യ ദാന്ത രുക്മപരിച്ഛദ പര്യങ്ക ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച. അങ്ങനെ ഭൗതികമായ എല്ലാ ഭോഗങ്ങളെയും അവിടെ കൊടുത്തിരിക്കണു ഭഗവാൻ. ഇതെല്ലാം കണ്ട്, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് പറയുന്ന സുദാമന്റെ വാക്കുകൾ: നൂനം വദൈതൻ മമ ദുർഭഗസ്യ ശശ്വദരിദ്രസ്യ സമൃദ്ധിഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേതയദൂത്തമസ്യ. ദരിദ്രനായിട്ടുള്ള, ഭാഗ്യഹീനനായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഈ സമൃദ്ധിക്ക് കാരണം ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം എനിക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് അതിൽ ഒരു മതം വന്നിട്ടില്ല എന്ന് കാണിച്ചു തന്നു. ഇതൊക്കെ ഒന്നുമില്ലാതിരുന്ന ആൾക്ക് ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു അഹങ്കാരം ജനിക്കാം, പക്ഷെ അതുണ്ടായിട്ടില്ല എന്നാണ്. നന്വബ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂര്യപി ഭൂരിഭോജ പർജന്യവത്തൽ സ്വയമീക്ഷമാണോ ദാശാർഹകാണാം ഋഷഭ സഖാമേ. എൻ്റെ സുഹൃത്തായിട്ടുള്ള, എൻ്റെ സഖാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ മറ്റൊരുവന് എത്ര തന്നെ കൊടുത്താലും മതിവരാത്ത ആളാണ്. അതാണ് ഇവിടെ പർജന്യവൽ, മേഘം പോലെ എന്നാണ്. വർഷകാലത്തെ മേഘം അതിങ്ങനെ എത്രയാ വർഷിക്കുക എന്ന് കണക്കൊന്നുമില്ല. കടാക്ഷം കൊണ്ട് തന്നെ, കടാക്ഷമാത്രത്താൽ മേഘം പോലെ വർഷിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. ഇനി എത്ര അധികം കൊടുത്താലും
അത് കുറഞ്ഞു പോയി എന്ന കാരണം കൊണ്ട് ഒരു ലജ്ജ കൊടുക്കണ ആൾക്ക്. അങ്ങനെയാണ് ശരിക്കും ദാനത്തിനൊക്കെ അങ്ങനെയാണ് പറയുക. കൊടുക്കണ ആൾക്ക് ഒരു ഇത്രയാണല്ലോ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു ലജ്ജ, കഷ്ടം, ഇത്രയാണല്ലോ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദാനം സ്വീകരിക്കുന്ന ആള് ഒരു അഭിമാനത്തോടൊക്കെ കൂടി ഇരുന്ന് സ്വീകരിക്കാം. കൊടുക്കണ ആൾക്ക് അല്പം ഒരു ലജ്ജ വേണം എന്നാണ്. ഇത്രയാണല്ലോ ഉള്ളൂ. നേരെ തിരിച്ചാണ് അധികവും കാണുക അല്ലേ. പക്ഷേ ഇവിടെ ലജ്ജയോടുകൂടി എന്നാണ്, ലജ്ജയോട് കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അതുകൊണ്ടാണ് മറ്റാരും കാണാതെ കൊടുക്കണതെന്നാണ്. പല സദസ്സിലും പോയാൽ കാണാം, വിവാഹത്തിലും അല്ലെങ്കിൽ അടുത്തിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കും, കൈയിൻ്റെ ഉള്ളിലൊരു കവർ ഇങ്ങനെ പിടിപ്പിക്കും. എന്തുകൊണ്ടാണ്? അത് വേറെ ആരും കാണണ്ടെന്ന് കരുതിയിട്ടാണ്. അത് ലജ്ജ കൊണ്ടാണ്. വേറെ ആരും കാണണ്ട, ഞാനിതാണോ കൊടുത്തത്, ബാക്കി എല്ലാവരുടെയും മുൻപിൽ പരസ്യമാക്കണ്ടെന്നൊക്കെ കരുതിയിട്ട്. അപ്പം അതേപോലെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊണ്ടുപോയ ആ 4 പിടി അവലിൽ നിന്നും 1 പിടി എടുത്ത് സ്വീകരിച്ചിട്ട് കഴിച്ചിട്ട് ആഹരിച്ചിട്ട് അതിനെക്കുറിച്ച് വനോളം പുകഴ്ത്തി എന്നാണ്. ഇത്രയും സ്വാദിഷ്ടമായത് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല സുദാമൻ, ഇത്ര സ്വാദാണതിന് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പുകഴ്ത്തി ആ നിസ്സാരമായതിനെ. അപ്പൊ തൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നതിനെ വാനോളം പുകഴ്ത്തുകയും തിരിച്ച് സുഹൃത്തിന് കൊടുത്തതിനെക്കുറിച്ച്, കിട്ടിയതിനെക്കുറിച്ച് അധികം പറഞ്ഞു, പക്ഷെ കൊടുത്തതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. വേണമെങ്കിൽ സഭയിൽ വെച്ച് തന്നെ പറയാമായിരുന്നു, എല്ലാവരും കേൾക്കെ പറയാമായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ ആരും കേൾക്കാതെയാണെങ്കിലും സ്വകാര്യമായിട്ട് പറയാം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുറച്ചു ദൂരം ഒപ്പം വന്നു, അനുയാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പക്ഷെ കൂടെ ഉണ്ടാവില്ല. മടക്കയാത്രയിൽ കുറച്ച് ദൂരം ഒപ്പം വന്നിട്ട് പറയാമായിരുന്നു ശ്രീകൃഷ്ണന്, സുദാമൻ ഞാൻ അങ്ങയുടെ ദാരിദ്ര്യം തീർത്തിട്ടുണ്ട്, കൊടുത്തയച്ചിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് കിട്ടിയതിനെ വാനോളം പുകഴ്ത്തുകയും ഭക്തൻ നൽകണത് എത്ര നിസ്സാരമാണ് എങ്കിൽ കൂടി അതിനെ വലുതാക്കി, അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഭക്തന് നൽകിയതാവട്ടെ കുറഞ്ഞുപോയി എന്നും കരുതുന്ന ആ ശ്രീകൃഷ്ണനാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ടാവട്ടെ. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്ഥൽ പുരുഷ പ്രസംഗ. മഹാനുഭാവൻ ഗുണശാലിതൻ സംസർഗത്തിനാൽ തന്നൊരനുഗ്രഹങ്ങൾ എനിക്കു തൽ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യങ്ങളാവട്ടെ പുനർജനുസ്സിൽ. ആ ശ്രീകൃഷ്ണനുമായിട്ട് കുറച്ചു കാലം സാന്ദീപനി ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചു എന്ന ഒരു ഗുണം മാത്രമേ, അത് മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ആ ഒരു സൗഹൃദം. അപ്പൊ ആ ശ്രീകൃഷ്ണനുമായിട്ടുള്ള സംഘം കൊണ്ട് തന്ന അനുഗ്രഹങ്ങൾ, ഇത് അനുഭവിക്കുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കണത് എന്താണ്? ഇനിയും ജന്മജന്മാന്തരങ്ങളിലും ഇപ്പൊ ജീവന് കർമ്മഗതിക്കനുസരിച്ച് വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ എത്ര ശരീരം സ്വീകരിക്കേണ്ടി വന്നാലും, എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഈ സൗഹൃദം, ഈ സഖ്യം, ഈ മൈത്രീഭാവം, ഈ ദാസ്യഭാവം ഇത് ഉണ്ടാവണം ശ്രീകൃഷ്ണനുമായിട്ട്. അത് ഉണ്ടാവണമെന്ന് അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ ഭക്തനായതുകൊണ്ടാണ്, ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് എന്നൊന്നും അദ്ദേഹം അഭിമാനിക്കണില്ല. അടുത്ത വാക്ക്, അത് അടുത്ത വരിയിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് ഇനിയും ജന്മജന്മാന്തരങ്ങളിലും ശ്രീകൃഷ്ണനുമായിട്ട് ഭക്തി ഉണ്ടാവണം, സൗഹൃദം ഉണ്ടാവണം, സഖ്യം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ശരിയായ ഭക്തന് ഒരിക്കലും അനുഗ്രഹങ്ങൾ കൊടുക്കില്ല എന്നാണ്. ഭക്തായ വിചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന്ന സമർത്ഥയത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാദം ധനിനാം മദോദ്ഭവം.
ഭക്തന് രാജ്യമോ ഭാര്യാപുത്രാദികളോ ധനമോ നൽകുന്നില്ല. ചിലപ്പോൾ അതൊരു പരീക്ഷണമായിട്ട് കൊടുത്തു എന്ന് വരാം. ഇത് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ ഒരു അനുഭവമാണല്ലോ, ഓരോ കടമ്പകളാണല്ലോ എന്നാണ്. ഇതൊക്കെ കിട്ടിയാൽ അതുകൊണ്ട് മതം വർദ്ധിച്ചവരെ ഭാഗവതം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അതൊന്നും സ്പർശിക്കാതെ ലോകത്തിൽ വ്യവഹരിച്ചവരുണ്ട്. അംബരീഷനെ പോലെ അദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ധനവും ഗൃഹവും എല്ലാ രാജതുല്യമായ രാജഭോഗങ്ങളെ അനുഭവിച്ച ആളാണ്. നിസ്സാരമായിട്ടൊന്നുമല്ല, നന്നായിട്ട് അനുഭവിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഒരിക്കലും അത് സ്പർശിച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. തനിക്കുണ്ടാവുന്ന ധനമാണെങ്കിലും മറ്റ് എന്താണെങ്കിലും അത് നമ്മളെ ചിലപ്പോൾ ബാധിച്ചു എന്ന് വരാം, വിപരീതമായി. അതുകൊണ്ടാണ് ഇപ്പോൾ കുന്തി ദേവിയൊക്കെ പ്രാർത്ഥിച്ചത്. ആദ്യം തന്നെ ഭാഗവതം കാണിച്ചു തന്നു അല്ലേ. എനിക്ക് കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ അവരുടെ ബാല്യത്തിൽ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങൾ, ഇതൊക്കെ പിന്നീട് വന്നു ചേരുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടമായപ്പോഴേക്കും, വാർദ്ധക്യമൊക്കെ ആയപ്പോഴേക്കും എല്ലാം എന്തും വേണമെങ്കിലും ഏത് രാജഭോഗങ്ങളെയും അനുഭവിക്കാനുണ്ട്. പക്ഷെ ഇതിലൊന്നും എനിക്ക് എൻ്റെ മനസ്സ് പോവരുതേ എന്ന് അവിടെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ശരിയായിട്ടുള്ള ഭക്തി, നല്ല ഭക്തന് ഭഗവാൻ രാജ്യത്തെ കൊടുക്കുന്നില്ല, ഭാര്യാപുത്രാദികളെ നൽകുന്നില്ല, ധനത്തെ കൊടുക്കുന്നില്ല. ഇതൊന്നും ആ പരമമായിട്ടുള്ള ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതല്ല. ധനം വർദ്ധിക്കും തോറും മതം വളരും എന്നാണ്, അധപ്പതനം സംഭവിക്കും എന്നാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് സമ്പത്ത് നൽകിയത്. എന്തുകൊണ്ട്? ഭക്തി ഇല്ലാത്തത് കൊണ്ട് എന്നാണ്. സുദാമന് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, സുദാമന് അത്ര ഭക്തിയൊന്നുമില്ല, അതുകൊണ്ട് നൽകി എന്നാണ് അദ്ദേഹം ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ എന്തുദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഭഗവാൻ കൊടുത്തത്? ഇദ്ദേഹത്തിന് ഇത് കൊടുത്താലും ദോഷമൊന്നും വരില്ല. കാരണം അദ്ദേഹം വിരക്തനാണ്. ഇതൊക്കെ അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിനെ അത് സ്പർശിക്കില്ല, ഒരു തരത്തിലുള്ള ദോഷവും വരില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് കൊടുത്തത്. പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. എൻ്റെ ഭക്തി ദൃഢമല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ വിഭവങ്ങളൊക്കെ നൽകിയത് എന്ന് അദ്ദേഹം കരുതണു എന്നാണ്. ഇതം വ്യവസിതോ ബുദ്ധിയ ഭക്തോദീവ ജനാർദ്ദനെ വിഷയാൻ ജായയാത്യക്ഷൻ ബുഭുജേ ന അതിലംബട. അപ്പൊ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും എന്നാണ്, ഇതൊരു ഭഗവത് പ്രസാദ രൂപേണ, ശ്രീകൃഷ്ണൻ നൽകിയ പ്രസാദ രൂപത്തിലാണ് സുദാമൻ ഇതിനെയൊക്കെ അനുഭവിച്ചത്. ഒരിക്കലും അദ്ദേഹത്തിനെ ഈ വിഷയങ്ങൾ സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. അതാദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹം വിരക്തനാണ്. ഇന്ദ്രിയങ്ങൾ, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം അദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ആകർഷിച്ചിട്ടില്ല, അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പോയിട്ടില്ല എന്നാണ്. ഇതൊക്കെ പ്രസാദ രൂപത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ സുദാമന്റെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായത്തിന് പൃഥുകോപാഖ്യാനം എന്ന് പേര് വെച്ചു. ആദ്യത്തെ അധ്യായത്തിന് ശ്രീതാമ ഉപാഖ്യാനം. സീതാമൻ അല്ലെങ്കിൽ സുദാമൻ, രണ്ടു തരത്തിലും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇദ്ദേഹം നൽകിയത് അവിലാണ്. അതിപ്പോ യാചിച്ച് കിട്ടിയത് അവിലാണ്, അതുകൊണ്ടത് കൊടുത്തു. 4 ഇടത്ത് കിട്ടിയതും ഒരേ വസ്തു തന്നെയാണ്, അതുകൊണ്ട് 4 ഇടത്ത് നിന്നും കിട്ടിയ 4 പിടി അവിൽ കൊടുക്കാൻ കഴിഞ്ഞു. പലതരത്തിലും ഇതിനെ നമ്മൾ സമർത്ഥിക്കാറുണ്ട്, സമർത്ഥിച്ച് കാണാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. വാസ്തവത്തിൽ അവിലിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവില്ലോ, ഈ ദ്രവ്യത്തിനൊരു പ്രാധാന്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിവേദ്യങ്ങളിലാണെങ്കിൽ സാധാരണ ഇപ്പോൾ പൂജാവിധികളിലൊക്കെ നിവേദ്യത്തിന് മലരിന് പ്രാധാന്യം പറഞ്ഞു കാണാറുണ്ട്. വളരെ വളരെ നല്ലത് വെച്ചാൽ മലര് നിവേദിക്കുക. ഏത് ദേവതാ സങ്കേതത്തിലാണെങ്കിലും പൂജയൊക്കെ പഠിപ്പിക്കുമ്പോഴേ ആദ്യം പറയണത് ഒരു മലരെങ്കിലും 2 മലരെങ്കിലും നേദിക്കുക, അത്രയേ ഉള്ളൂ. വേറെ വിസ്തരിച്ചിട്ടുള്ള പൂജയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു തരണത് അതാണ്. കുറച്ച് മലരെടുക്കുക, അതിൻ്റെ മേളിൽ അല്പം ശർക്കര വെക്കുക, നേദിക്കുക. ഒരു ബാലപാഠമാണ്. മലരിന് എന്താ പ്രാധാന്യം? അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് എന്നാണ്. ദിവസവും മലര് നേദിച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുക.
ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതിനൊരു കഥ പറയാം, കഥയല്ല, ഒരു സംഭവം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ അടുത്ത് തന്നെ ക്ഷേത്രത്തിലെ കഴകവൃത്തിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സാധു കുടുംബം, വളരെയധികം ദാരിദ്ര്യമാണ്. ഇങ്ങനെ എത്ര പ്രവൃത്തി ചെയ്താലും കുറച്ച് കാലം മുമ്പാണ്, അന്നൊക്കെ ഒന്നുമില്ല, എന്നും ദാരിദ്ര്യമാണ്. ഒരിക്കൽ ഇതേപോലെ ഒരു മഹാത്മാവിനെ കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, സങ്കടങ്ങളൊക്കെ പറഞ്ഞ്, എനിക്കിങ്ങനെ ദാരിദ്ര്യമാണ്, നീങ്ങാൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരൂ. അപ്പോൾ ഈ മഹാത്മാവ് മറുപടിയായിട്ട്, ഇപ്പോൾ ദാരിദ്ര്യമുള്ള ഒരാളോട് ഒരുപാട് പ്രായശ്ചിത്ത കർമ്മങ്ങളൊന്നും പറഞ്ഞാൽ നടക്കില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു എളുപ്പമായിട്ടുള്ള പോംവഴി പറഞ്ഞു. എന്തായാലും നിങ്ങൾ ക്ഷേത്രത്തിലെ വൃത്തികൾ ചെയ്യണവരാണല്ലോ, അതെ, അപ്പോൾ ദിവസവും ഒരു പിടി മലര് നേദിക്കാൻ കൊടുക്കൂ, അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. എന്നും രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോൾ അല്പം മലര് ഉണ്ടാവും, അതാ നടയിൽ വെക്കുന്നുണ്ടാവും, അതകത്ത് നേദിക്കുന്നുണ്ടാവും. കുറേ കാലം കഴിഞ്ഞു, ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് പല രീതിയിലും ഒരുപക്ഷെ പൂർവികമായിട്ട് കിട്ടാനുള്ള സമ്പത്തോ എന്തൊക്കെയോ കിട്ടിയിട്ട് അങ്ങനെ വലിയ ധനികനായിട്ട് മാറിയെന്നാണ്. കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം വലിയ സമ്പന്നനായിട്ട് തീരുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ സാധുവിനെ കണ്ടു എന്നാണ്. പണ്ട് തനിക്ക് ഉപദേശം തന്ന ആളെ കണ്ടപ്പോൾ ചോദിച്ചു, കുശലപ്രശ്നമൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ? അപ്പം ഈ ആൾ പറഞ്ഞു, ഇപ്പം അധികമായി എന്നാണ്. കുറച്ചൊരു അഹങ്കാരത്തോട് കൂടിയിട്ടൊരു വാക്കായി പോയത്, ഇപ്പം അധികമായി. ഓ, അപ്പം ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, ഇനി എനിക്ക് സമ്പത്തൊന്നും വേണമെന്നില്ല എന്ന രീതിയിൽ ഇനി നിർത്താമോ എന്നാണ്. ഈ മലര് നേദിക്കാൻ കൊടുക്കണ ഏർപ്പാട് നിർത്താമോ എന്നാണ് ചോദിച്ചത്. അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞത്, രസമായിട്ടൊരു മറുപടിയാണ് കൊടുത്തത്, നിർത്തണ്ട, അളവ് വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. ധാരാളം ഉണ്ടല്ലോ, അപ്പം അളവ് വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. ഒരുപാട് നേദിച്ചോളൂ എന്നാണ്. ശരിയെന്നും പറഞ്ഞ് അദ്ദേഹം പോയി. പിറ്റേ ദിവസം മുതൽ ധാരാളം കൊടുക്കാൻ തുടങ്ങി. ഒരു മണ്ഡലകാലം തികച്ചില്ല, അതിനു മുമ്പേ ഈ സമ്പത്ത് മുഴുവനും പോയി എന്നാണ്. ഒരു 45 ദിവസം, അധികമൊന്നും വേണ്ടി വന്നില്ല, ജപ്തി ചെയ്തിട്ടും അല്ലാതെയും എങ്ങനെയൊക്കെയോ ഇത് നടന്ന സംഭവമായിട്ട് പറയണതാണ്. അപ്പം എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ ഘട്ടത്തിൽ ധാരാളം നേദിക്കാൻ തുടങ്ങിയപ്പം മലരിൻ്റെ കൂടെ ഉമിയൊന്നും കളയാറില്ല. മലര് നേദിച്ചാൽ ഐശ്വര്യമാണ്, പക്ഷെ അതിൽ ഒരു ഉമി കിടന്നാൽ മതി എന്നാണ്. നേരെ വിപരീത ഫല പറയുക. അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷി ദേവീഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്, ദ്രവ്യശുദ്ധി എന്നുള്ളത് വളരെ നോക്കണം എന്നാണ്. കർമ്മങ്ങളിലുള്ള കുഴപ്പമാണ്, ദ്രവ്യത്തിന് ശുദ്ധിയില്ലെങ്കിൽ വിപരീത ഫലം ചെയ്യുന്നതാണ്. അപ്പം മലരിന് വളരെ പ്രാധാന്യമുണ്ട്. മലര് അല്പം നേരെയാക്കിയിട്ട് അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞ് കല്ലൊന്നും ഇല്ലാതെ നല്ലത് നേദിക്കുക വളരെ പ്രാധാന്യമുള്ളതാണ്. ഔഷധ ഗുണമുണ്ട്. ആയുർവേദത്തിലൊക്കെ പറയും, ദിവസം ഒരു നേരം അല്പം മലര്, ഒരു പിടി മലര്, നാളികേരമൊക്കെ ഇട്ടിട്ട് അല്പം ശർക്കരയോ കൽക്കണ്ടം പിടിച്ചതോ ചേർക്കുക. അതൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അനീമിക്കായിട്ടുള്ള കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ടാന്നാണ്, ഒരു ടോണിക്കും വേണ്ടാന്നാണ്. ആയുർവേദത്തിൽ പറയണ ഒരു സമ്പ്രദായമാണ്. അല്പം മലര്, പിന്നെ വേഗനിരോധമാണ് മലര്, ഒരുപാട് അതിന് ഗുണഫലങ്ങളുണ്ട്. പക്ഷെ ഈ അവിലിന് എന്താണ്? അവിലിൻ്റെ ഒരു പ്രത്യേകത, രണ്ടും ഒരേ വിത്തിൽ നിന്ന് തന്നെയാണ് മലരും അവിലും എടുക്കുന്നത്. നെല്ല് തന്നെ ആണ് മലരായിട്ടും അവിലായിട്ടും മാറുക. പക്ഷേ ഈ അവിലിനെ വീണ്ടും ഇപ്പം മലരിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ കാണാം, അത് കുറേ ദിവസം തുറന്നു വെച്ചാൽ പഴയതുപോലെ, ഉമി പോയത് കൊണ്ട് പിന്നെ ഉമി കാണില്ല എന്നേ ഉള്ളൂ, പക്ഷെ അത് ചുങ്ങി വീണ്ടും അരി പോലെയാവും. അപ്പം അതിന് പരിണാമം വീണ്ടും സംഭവിക്കാം. എന്നാൽ അവിൽ അങ്ങനെയല്ല, അതും വറുത്ത വിത്തിൽ നിന്ന് തന്നെയാണ്. അതിന് ഈ അവസ്ഥയിൽ, ഈ രീതിയിൽ അവിലിനെ ആക്കി മാറ്റിയാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, പഴയ അവസ്ഥയിലേക്ക് അത് മടങ്ങി പോകണില്ല. അപ്പം ഇതേപോലെ എന്നാണ് എന്താ അവിടെ പറയുക, ഈ കരംഭബീജം എന്നൊക്കെ ഭാഗവതത്തിൽ 6-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കേട്ടതാണ്. പ്രയത്നം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്നൊരു കാര്യം പറഞ്ഞു. വറുത്ത വിത്തിൽ നിന്നും ഉൽപ്പന്നമായതാണ് അവില്. അപ്പൊ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത, അല്ലെങ്കിൽ പ്രയത്നം കൊണ്ട് നേടേണ്ടതായ ഒന്ന് എന്നാണ്. അപ്രകാരം ഇവിടെ സമർപ്പണം ചെയ്ത ആ ദ്രവ്യത്തിൻ്റെ ഒരു മഹത്വം സ്വപ്രയത്നം കൊണ്ട് നേടിയതാണ്. ഇതേപോലെ ആവണം എന്നൊക്കെ മറ്റൊരു കാരണം സൂചിപ്പിച്ചു.
പിന്നെ സമർപ്പിക്കുന്നത് ഏതും സ്വപ്രയത്നം കൊണ്ട് നേടിയതാവണം. അപ്പൊ ഇവിടെ പറയാറുണ്ട് ഇതിൽ കല്ലുണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ കൊടുത്തവർക്കാണ് അതിൻ്റെ ഫലം. ഇത് ഇദ്ദേഹത്തിനെ ബാധിക്കില്ല. ആരാപ്പത് കൊടുത്തത്? ഇവർക്ക് യാചിച്ച് കിട്ടിയതല്ലേ. അപ്പൊ ആ യാചിക്കാൻ ചെന്ന സമയത്ത് ആ വിപ്രപത്നിക്ക്, സുധാമപത്നിക്ക് കൊടുത്തവർക്കേ അതിൻ്റെ ദോഷം വരണുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ. എന്തായാലും ആ ഭഗവാൻ നൽകിയതായ അനുഗ്രഹത്തെ അനുഭവിച്ചുകൊണ്ട് എന്നാണ്, പ്രസാദരൂപേണ അനുഭവിച്ചുകൊണ്ട്. ഒരിക്കലും അദ്ദേഹത്തിനെ അത് ബാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ഈ വിഷയസുഖങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഇതം വ്യവസിതോ ബുദ്ധ്യാ ഭക്തോ ദീവജനാർദ്ദനെ വിഷയാഞ്ജായ തെക്ഷൻ ഭുജേനാദിലംബട തസ്യ വൈ ദേവദേവസ്യ ഹരേർ യജ്ഞപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം നദേഭ്യോ വിദ്യതേ പരം. ഏവം സ വിപ്രോ ഭഗവൽ സുഹൃത്തദാ ദൃഷ്ട്വാ സുഹൃത്തൈരജിതം പരാജിതം തദ്ധ്യാന വേഗോൽഗൃഹിതാത്മബന്ധന തദ്ധാമ ലേഭേജിരത സദാം ഗതിം. ഭഗവത് സ്മരണയെ ചെയ്തുകൊണ്ട്, ഭഗവത് രൂപത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട്, ഭഗവത് പ്രസാദ രൂപേണ എല്ലാത്തിനെയും അനുഭവിച്ചുകൊണ്ടാണ് സുദാമൻ ഭഗവത് പദത്തെ പ്രാപിച്ചത് എന്ന് പറഞ്ഞു. ഏതൽ ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാൽ വിമുച്യത്തെ. അതിൻ്റെ ഒരു മാഹാത്മ്യം കൂടി. എന്താണ് ഈ 2 അധ്യായം കൊണ്ട്, ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞ ഈ 2 അധ്യായത്തിൽ പറഞ്ഞ കഥ, ഇത് കേൾക്കുകയോ പാടുകയോ ചെയ്താൽ ഭക്തി ജനിക്കും തന്മൂലം എന്നാണ്. അപ്രകാരം നമ്മളിൽ ഭക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ ഉപാസന കൊണ്ട്, ഭക്തിയുടെ വർധനവ് കൊണ്ട് കർമ്മബന്ധാൽ വിമുച്യത്തെ, കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാനും സാധിക്കും. ഇപ്രകാരം 2 അധ്യായം കൊണ്ട് പറഞ്ഞ ശ്രീതാമ ഉപാഖ്യാനം അല്ലെങ്കിൽ പൃഥുക ഉപാഖ്യാനം, അത് പറഞ്ഞുകൊണ്ടാണ് ദശമസ്കന്ധത്തിലെ മറ്റ് കഥകളിലേക്ക് പിന്നീട് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു പുണ്യഭൂമിയിൽ എത്രയോ കാലങ്ങളായിട്ട് വരാൻ തുടങ്ങിയ വർഷം മുതൽ ഭഗവത് അനുഗ്രഹം കൊണ്ടും ഗുരുപരമ്പരകളുടെയും പൂർവികരുടെയും അനുഗ്രഹം കൊണ്ടുമൊക്കെ വരാൻ പറ്റാറുണ്ട് എല്ലാ വർഷവും. അതൊരു നല്ല കാര്യമായിട്ട്, ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കണം. കാരണം നല്ല സദസ്സ്, ഒരുപാട് പലയിടത്തും സത്രങ്ങൾക്കൊക്കെ പോവേണ്ടി വരാറുണ്ടെങ്കിലും പ്രൗഢമായിട്ടുള്ള സദസ്സ്, ധാരാളം സജ്ജനങ്ങൾ, അതിനൊരു പ്രത്യേകതയാണ്. ഒരു അനുകൂല ഊർജം വളരെ ധാരാളം കിട്ടുന്ന ഒന്നാണ്. ഇവിടെ ഇതിനു മുൻപുള്ള വർഷങ്ങളിലൊക്കെ വന്നതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. അതും സന്തോഷം തരണ ഒന്നാണ്. ഒരു സത്സംഗത്തിന് നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വേദി, അതൊക്കെ അതിനു വേണ്ടിയിട്ട് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഏവർക്കും, ആ ഗുരുപരമ്പരകൾക്കും, അതുപോലെ നമുക്ക് വഴികാട്ടിയായിട്ടുള്ള നമ്മളുടെ ഗുരുക്കന്മാർ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആ ശിഷ്യപരമ്പരകൾ, അതുപോലെ എത്രയോ തന്നെ മറ്റ് സജ്ജനങ്ങൾ, ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. ഒരുപാട് അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കഥയെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായിരി സമർപ്പയാമി. ശ്രീഹരയേ നമഃ.